അസ്സലാമു അലൈക്കും. അവരെ മതം നടത്തുന്ന മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാം മതമാണ്. കാരണം ദിവസം 5 നേരം കൊടുക്കുന്ന ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയും. അത് ശരി. പിന്നെ പടച്ചോൻ എന്താ പറയേണ്ടത്? അതായത് ഇസ്ലാം വിശ്വാസികളോട് പിന്നെ പടച്ചോൻ എന്താ പറയേണ്ടത്? അല്ലയോ വിശ്വാസികളെ, ഞാൻ മാത്രമല്ല വലിയ ദൈവം കേട്ടോ. ഇവിടെ കുറേ ദൈവങ്ങളുണ്ട്, അവരെ ഫോളോ ചെയ്ത് പൊയ്ക്കോളൂ, എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പിന്നെ പറയണോ? മതത്തിലുള്ള ആയിക്കോട്ടെ, ഏത് ദൈവമാണെങ്കിലും പറയുന്നത് എന്താ? എന്നെ സ്നേഹിക്കൂ, എന്നെ വിശ്വസിക്കൂ, എന്നെ ഫോളോ ചെയ്ത് വരൂ, എൻ്റെ റൂൾസുകൾ ഫോളോ ചെയ്ത് വരൂ, ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്നാണ് ഏത് ദൈവവും പറയുന്നത്. പിന്നെ പടച്ചോൻ പറയാൻ മാത്രം എന്താ പ്രശ്നം? എന്താണ് പടച്ചോൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇസ്ലാം മതത്തിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഖുറാനിലൂടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത് പടച്ചോനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രമാണ്. ബാക്കി ആരും അത് ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല, ബാക്കി അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്ക് ഒരിടയ്ക്ക് ഭയങ്കര വിഷയമായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും എന്താണ് ബാങ്കിനുള്ളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മലയാളം മീനിങ്സ് മാത്രം ഞാനൊന്ന് വായിക്കാം. അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമസ്കാരത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ബാങ്കിന്റെ ഫുൾ മീനിങ്. എന്താണ് ഇതിൽ പ്രശ്നമുള്ളത് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ അള്ളയാണ് സത്യം, നന്മ, വലിയവൻ, ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് എന്ത് മറ്റു മാത്രമുള്ള ആളുകളും, അവരുടെ വിശ്വാസം, ദൈവം, അതൊക്കെയാണ് അവർക്ക് ഏറ്റവും വലുത്. അങ്ങനെ നമ്മൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും വേണം, അങ്ങോട്ടോട് സഹായിച്ച് ഒത്തിരിയോട് കൂടി ജീവിക്കുകയും വേണം. അത് തന്നെയാണ് ഏതൊരു ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ മുഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞത് ലോക സമസ്ത സുഖിനോഭവന്തോ എന്ന സുഖമുള്ള ഒരു വാക്കല്ല, ഒരു രോമാഞ്ചമുള്ള വാക്കല്ല മുഹമ്മദ് പറഞ്ഞത്. ഷെടാ, ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പം റസൂൽ വഫാത്തായ സമയത്ത് ലോകോ സുഖനോ ഭവന്തോ പറയത്താണ് ഇത്ര പ്രശ്നം ആണോ? അല്ല, നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമ്പോഴേ ഈ ലോകോ സുഖനോ ഭവന്തോ ഒക്കെ വരുമോ? വന്നാ മതിയായിരുന്നു, റബ്ബിന്റെ കയ്യിലാണേ. ഞാൻ അല്പകാലം കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലുള്ള എല്ലാവരെയും ഞാൻ നാട് കടത്തുമായിരുന്നു. അതേപോലെ തുടങ്ങുന്നത് ജൂതന്മാരെ കുറിച്ച് കോപത്തിനിടയായിരുന്നു, വായി വെച്ചെന്ന് പറയുന്നു. 8:55 അപ്പോൾ പറഞ്ഞു വരുന്നത് റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് റസൂൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞെന്നുള്ളതാണ്. തെളിവുണ്ടോ? ഉണ്ടോ? അല്ല, ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയാൻ കഴിയുന്നത് അല്ല. ഈ ജൂതന്മാര് അല്ല, ആ ഒരു കാലഘട്ടത്ത് ജൂതന്മാര് വളരെ മോശമായ പ്രവർത്തികൾ ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഖുറാനില് ജൂതന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള മോശമായുള്ള വേർഡിലൊന്നും ഒന്നും അവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞു വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഓക്കെ, അതായത് ഞാൻ വായിച്ച ചരിത്രമുണ്ട്. അതായത് പടച്ചോൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും പരിചരിച്ചതും ജൂതന്മാരെയായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ പടച്ചോനെ നിന്ദിക്കുകയും പടച്ചോനെ വിശ്വസിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത് അവർ തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ഇതൊന്നും നമ്മുടെ കണ്ണിൽ പെടൂല.